ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വിശ്വാസിനികളെ അബ്ദുലാലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മുടെ നാട്ടിലെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തെ സംബന്ധിച്ചും മൂല്യച്യുതിയെ സംബന്ധിച്ചും വിശിഷ്യ പുതിയ തലമുറയ്ക്കിടയിലുണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയാണ്. വിഷയം പരാമർശിച്ചപ്പോൾ ചില അനുഭാവികൾ പൊതുവെ വളരെ സ്നേഹപൂർവവും ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ചിലരൊക്കെ ഇത്തരമോ ഒരു സാമൂഹിക കുടുംബ രാഷ്ട്രീയ സാഹചര്യത്തിൽ മക്കളെ പരിപാലിക്കേണ്ടതിൻ്റെ രൂപവും അതിന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കണം, അതുകൂടി വിഷയീഭവിക്കണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിക് പാരന്റിംഗ് എന്നൊരു വിജ്ഞാനശാഖ ഇന്ന് ലോകത്ത് വലിയ തോതിൽ സ്വാധീനിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും ഇസ്ലാമിൻ്റെതായ അടിസ്ഥാന മൗലിക മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളെയും ചിട്ടപ്പെടുത്തുന്ന ആളുകളാണ് നമ്മൾ. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അയാളെ പൂർണ്ണമാക്കുന്നത് അല്ലാഹുവിൽ സമർപ്പിതമായിട്ടുള്ള ഒരു അബ്ദായി, അടിമയായി
ആ വ്യക്തിയെ മാറ്റിയെടുക്കാൻ ആവശ്യമായ രീതിയിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഒരാളിൽ ഉണ്ടാക്കിയെടുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചും പരിശീലിച്ചും കൊണ്ട് നമ്മൾ സ്വയം ജീവിതത്തെ മാറ്റുകയും നമ്മുടെ അധികാരത്തിലും നമ്മുടെ പരിചരണത്തിലുമുള്ളവർക്ക് അത്തരത്തിലുള്ള ശിക്ഷണം നൽകുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പാരന്റിങ് എന്നത്. അഥവാ അത് കേവലം ഒരു സിസ്റ്റം മാത്രമല്ല, അത് അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അമാനത്തായി, ഉത്തരവാദിത്തമായി കൊണ്ടാണ് മക്കളെയും കുടുംബത്തെയും തലമുറയെയും പരിചരിക്കുന്ന വിഷയത്തിൽ ഖുർആൻ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യന്റെ മക്കളും ജനിക്കുന്നത് ശുദ്ധമായ അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഒരു പ്രകൃതിയോടുകൂടിയാണ്. നമ്മളെ പഠിപ്പിക്കുന്നത്, അഥവാ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും മജൂസിയാക്കുന്നതും നസ്രാനിയാക്കി മാറ്റുന്നതുമൊക്കെ മാതാപിതാക്കളിലൂടെ അവര് ജനിച്ച് വളരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് അങ്ങനെ ആയിത്തീരുകയോ ആക്കി തീർക്കുകയോ ചെയ്യുന്നത് എന്ന്. സന്താനങ്ങൾ, മക്കൾ എന്നതിന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്ത് ദുനിയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല, നമ്മൾ ഓരോരുത്തരും പരസ്പര രക്തബന്ധത്തിലൂടെ അറുത്തുമാറ്റാൻ കഴിയാത്ത രക്തബന്ധത്തിലൂടെയും വ്യക്തിബന്ധത്തിലൂടെയും ഹൃദയബന്ധങ്ങളിലൂടെയും ആദർശ ബന്ധങ്ങളിലൂടെയും രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും സാമ്പത്തിക ബന്ധങ്ങളിലൂടെയും ഒക്കെ കൂടിക്കുഴഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അല്ലാഹു തആല മക്കളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്ത്, മക്കളും സന്താനങ്ങളും ഒക്കെ സമ്പത്തുമൊക്കെ ഈ ദുനിയാവിന്റെ കേവലമായ അലങ്കാരങ്ങളാണ്, ഡെക്കറേഷനാണ്. ഇങ്ങനെ ഭൗതികമായി നമ്മൾ അങ്ങേറ്റം വിലമതിക്കുന്ന ചില വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറയുന്നത് ഇതൊക്കെ മനുഷ്യന് അള്ളാഹു അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തന്നെ സ്ത്രീകൾ, ഇണകൾ, മക്കൾ, ഇതൊക്കെ ഒരു അലങ്കാരമാണ്. മക്കളെ ഒരു അഭിമാനമായി, അന്തസ്സായി, അലങ്കാരമായി പ്രദർശിപ്പിക്കുകയും ആ നിലക്ക് കാണുകയും ചെയ്യുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. മക്കളുടെ നേട്ടങ്ങളിൽ അങ്ങേറ്റത്തെ ആത്മനിർവൃതിയും ആനന്ദവും സന്തോഷവും അഭിമാനവും കൊള്ളുകയും അത് പറയാവുന്നിടത്തും പങ്കുവെക്കാവുന്നിടത്തും അത് പ്രചരിപ്പിക്കാവുന്നിടത്തും ഒക്കെ അത് ഏറ്റുപറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവാർഡ് കിട്ടുന്ന വേളകളിൽ മക്കളെ കൂടെ കൂട്ടുകയും ഭാര്യയെ കൂടെ കൂട്ടുകയും മാതാപിതാക്കളെ കൂടെ കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം അഭിമാനത്തോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു അലങ്കാരമായി അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രാജാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല യഖ്ലുഖു മാ യശാ, അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ സൃഷ്ടി സംവിധാനങ്ങളൊക്കെ നടക്കുന്നത്. യഹബു ലിമൻ യശാഉ ഇനാസ, അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു പെൺകുട്ടികളെ കൊടുക്കും. യഹബു ലിമൻ യശാഉ ദുക്കൂർ, അതുപോലെ തന്നെ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും. അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തിക്കൊണ്ട് അല്ലാഹു സന്താന സൗഭാഗ്യം നൽകുന്നവരുണ്ട്. ഒന്നും കൊടുക്കാതെ, ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞിക്കാലിലെ സൗഭാഗ്യം പോലും നൽകാതെ അല്ലാഹു തആല സന്താന ലബ്ധി തടയപ്പെട്ടവരായിക്കൊണ്ടും ചിലരെ അല്ലാഹു തആല വിധിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ വേണ്ടുകയും ഖദായിലും പെട്ടതാണ്. ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹുവിന് എല്ലാം അറിയാം, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പോ ഇസ്ലാമികമായി മക്കൾ എന്നതിനെ സംബന്ധിച്ചും സമ്പത്ത് എന്നതിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ വീക്ഷണമാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, അത് അമാനത്താണ് എന്നുള്ളതാണ്, ഉത്തരവാദിത്തമാണ്. ഇത് ദുനിയാവിന്റെ അലങ്കാരമാണ്. കേവലമായ ഭൗതിക ജീവിതത്തിലെ ചില്ലറയായിട്ടുള്ള അല്പം ആനന്ദവും
സന്തോഷവും നിർവൃതിയും തരുന്ന ഒരു സൗഭാഗ്യം എന്നുള്ള നിലക്ക് അങ്ങനെയുള്ള ഒരു വിജയത്തിന് വേണ്ടി മാത്രമല്ല മക്കളെ പോറ്റുകയും പരിചരിക്കുകയും ചെയ്യുന്നത്. ജീവിതത്തിലെ സുരക്ഷയും സമാധാനവും ഈ ദുനിയാവിൽ അനുഭവിക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് മരണാനന്തരം ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗപ്രവേശനം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടി സാധ്യമാകുന്നതായിരിക്കണം ഇസ്ലാമിക രക്ഷാകർതൃത്വവും പാരന്റിങ്ങും മക്കൾ മാതാപിതാക്കൾ ബന്ധം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തു തഹ്രീമിലെ ആയത്ത് അർത്ഥമാക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി അങ്ങേയറ്റത്തെ കരുണയും വാത്സല്യവും നിറഞ്ഞ വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ തടി, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ജീവനെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ്. അഥവാ ഈ ദുനിയാവില് ഓരെങ്ങനെങ്കിലും ജീവിതത്തിൽ ഒന്ന് കരകയറട്ടെ, രക്ഷപ്പെടട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുകയും അവർക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതിൽ ദുനിയാവിൽ ഓരോന്ന് കരകയറട്ടെ, ഓരൊരു അറ്റം കാണട്ടെ, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടട്ടെ എന്ന തരത്തിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി അവർക്ക് ഉണ്ടാകട്ടെ. അല്ലാഹു തആല നമ്മളോട് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ്. ഏറ്റവും വലിയ ദൗത്യമായി, ഉത്തരവാദിത്തമായി ഒരു വിശ്വാസി കാണേണ്ടത് നരകത്തിൽ നിന്ന് മക്കളെ, കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നതാണ്. അപ്പൊ ഇസ്ലാമിക പാരന്റിങ്ങിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് വലതുൻ സാലിഹുൻ, ഉത്തമമായ ഒരു പൗരനെ, ഒരു വ്യക്തിയെ പടുത്തുയർത്തുക, സൃഷ്ടിച്ചെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് പ്രഥമ ലക്ഷ്യം. ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ഏറ്റവും വലിയ ലക്ഷ്യമാകട്ടെ മുത്തഖികൾക്ക്, അഥവാ ഈ ലോകത്തുള്ള സകല മുത്തഖികൾക്കും മാതൃകയാക്കാവുന്ന അങ്ങേയറ്റം മാതൃകായോഗ്യനായിട്ടുള്ള ഒരു സന്താനത്തെ, ഒരു മകനെ, ഒരു കുടുംബാംഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അഥവാ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെല്ലാവരും പ്രാർത്ഥിച്ചത്, പടച്ചോനെ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി, എന്നെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാക്കി മാറ്റണേ, വമിൻ ദുർരിയതി, എന്റെ മക്കളെ നല്ല സ്വാലിഹികളായി അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വഴങ്ങി അനുസരിച്ച് ജീവിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരാണ് നമ്മുടെ പൂർവികർ. ആ നിലക്ക് മുത്തഖികളാക്കാൻ വേണ്ടി നമുക്കറിയാം, സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കുടുംബത്തിൽ ഓരോ വ്യക്തിയും നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്ന്, പ്രതീക്ഷിക്കുന്ന ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൺകുളിർമയും സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് പടച്ച തമ്പുരാന്റെ മുന്നിൽ തുറന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. എന്നിട്ട് അല്ലാഹു തആല അതോടൊപ്പം കൺകുളിർമക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. നമ്മൾ ഒരുപാട് വ്യഗ്രതയും വെപ്രാളവും നെട്ടോട്ടവും നമ്മൾ കുടുംബാംഗങ്ങളെ സന്തോഷിപ്പിക്കാൻ, അവരെ കണ്ണ് നിറയാതിരിക്കാൻ, അവരെ വയറ് നിറക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഇമാമ, ഞങ്ങളെ ഈ കുടുംബത്തിൽ, ഞാൻ അടക്കമുള്ള എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ കുടുംബത്തിലെ അംഗങ്ങളെയും മുത്തഖികളായിട്ടുള്ള ഈ നാട്ടിലെ സകലരുടെയും മുന്നിൽ നടക്കാൻ പ്രാപ്തരായിട്ടുള്ള, അവരെ മുന്നിൽ നിന്ന് നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഇമാമുകളായ മുത്തഖികളാക്കി മാറ്റണേ എന്നുള്ളതാണ്. അഥവാ വലതുൻ സ്വാലിഹിന്റെയും ഇമാം മുത്തഖിന്റെയും മുത്തഖിയായ ഒരു ഇമാമായി അഥവാ നേതാവായി മാറാൻ, അതിൽ എവിടെയെങ്കിലും ഒരു ഇരിപ്പിടം ലഭിക്കാൻ യോഗ്യതയുള്ള ഒരു മുസ്ലിമിനെ രൂപപ്പെടുത്തുന്ന ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇസ്ലാമിക് പാരന്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ സൂത്രവാക്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മരണാനന്തര ജീവിതത്തിൽ ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, അല്ലാഹുവിന്റെ വിധിയിൽ വിശ്വാസമില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വിശ്വാസമില്ലാത്ത
എന്തൊക്കെയോ അവാർഡുകളും എന്തൊക്കെയോ സർട്ടിഫിക്കറ്റുകളും എന്തൊക്കെയോ സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും ഒക്കെ കൈവരിച്ചിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള വാചാലരായി ഇതിനെയൊക്കെ രസകരമായി അവതരിപ്പിക്കുന്ന വിദഗ്ധരുടെ പുസ്തകങ്ങളിലോ അവരുടെ പരിശീലനങ്ങളിലോ അവരുടെ ക്ലാസ്സുകളിലോ പ്രഭാഷണങ്ങളിലോ അല്ല നമ്മൾ മുത്തഖികൾക്ക് ഇമാമായിട്ടുള്ള മക്കൾ അന്വേഷിക്കേണ്ടത്. ഖുർറത്ത് അയ്ൻ നൽകുന്ന മക്കളെ നമ്മൾ അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിലും അവിടുത്തെ സമീപനത്തിലുമാണ്. നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു കുട്ടിക്ക് ഉണ്ടായി വരുന്നു. ഈ മാറ്റങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാനുള്ള ഒരു പക്വത മാതാപിതാക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പാരന്റിങ് എന്ന് പറയുന്നത് അത് മുലടുക്കുന്ന പ്രായത്തിൽ 2 വയസ്സ് വരെയോ അതല്ലെങ്കിൽ സ്കൂളിൽ ചേർത്തുന്ന ഒരു 7 വയസ്സ് വരെയോ, നമസ്കാരം ശീലിപ്പിക്കുന്ന ഒരു 7 വയസ്സ് വരെയോ അതല്ലെങ്കിൽ കല്യാണ പ്രായം എത്തുന്ന ഒരു 18 കൊല്ലമോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയല്ല. അത് മരണം വരെ നീണ്ടു നിൽക്കുന്ന വളരെ ദീർഘമായ കാലയളവിൽ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഒട്ടനവധി പ്രയാസങ്ങളെയും സാഹചര്യങ്ങളെയും തീരുമാനങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കാനും കടന്നുപോകാൻ നിർബന്ധിതരായിത്തീരുന്നു മക്കളും മാതാപിതാക്കളും. ഒരു രക്ഷിതാവിനെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ കുട്ടികൾ ഇന്ന് അവരെ പകർത്തിയെടുക്കുക എന്ന ഒരു രീതിയിലേക്ക് സാമൂഹ്യ ജീവിതം മാറി നടത്തുക. കുടുംബത്തോട്, കുടുംബാംഗങ്ങളോട് ഏത് നിലക്കുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ളത് അല്ലാഹു തആല വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. വഖ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ ഒരു ഉദാഹരണമായിട്ട് അല്ലാഹു തആല പറയുന്നതാണ്. കേവലം നിസ്കരിക്കുക എന്നുള്ളതിൽ ഒതുങ്ങുന്നതല്ല. വസ്തബിർ അലൈഹാ അഥവാ നന്മകളിലെ, ആരാധനകളിലെ, പ്രാർത്ഥനകളിലെ, അല്ലാഹുവോടുള്ള കടമകളിലെ ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉദാത്തമായ, ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ് നിസ്കരിക്കുക എന്നുള്ളത്. ഇത് കുടുംബത്തോട് നിരന്തരം നീ റിക്വസ്റ്റ് ചെയ്യല്ല, നീ അത് കൽപ്പിക്കണമെന്നാണ്. ആ കൽപ്പനക്ക് അത് ഏത് തരത്തിലാകണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അഥവാ വസ്തബിർ അലൈഹാ, ക്ഷമയോടുകൂടി ആ കൽപ്പനയിൽ, ആ തീരുമാനത്തിൽ, ആ സതുദ്ദേശപരമായ ആ നസീഹത്തിൽ നീ ക്ഷമയോടെ, സഹനത്തോടെ നീ ഉറച്ചിക്കണം. കുട്ടികളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് അതിന് ഗുണകരമായിട്ടുള്ള അനുഭാവപൂർണമായ ഒരു പ്രതികരണം ഇല്ലെങ്കിലും അവരതിലേക്ക് എത്തുന്നത് വരെ ക്ഷമയോടുകൂടി അതിൽ ശഠിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അഥവാ മക്കളെ പേടിച്ചിട്ട് മക്കളെ ഉപദേശിക്കാൻ വേണ്ടി കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവർ ആത്മഹത്യ ചെയ്ത് കളയുമോ, അവർ വീട് വിട്ട് പോയി കളയുമോ, അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയുമോ എന്നതുകൊണ്ട് ധാർമ്മികമായ വിഷയത്തിൽ, ദീനിയായ വിഷയത്തിൽ, മാർഗദർശനത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ വിട്ടുവീഴ്ചക്കും കോംപ്രമൈസിനും ഒക്കെ തയ്യാറാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്തബിർ അലൈഹാ ആ വിഷയത്തിൽ നിങ്ങൾ ശഠിച്ചു നിൽക്കണം. അഥവാ കൃത്യമായ ഇളകാത്ത നിലപാട് വേണമെന്നുള്ളതാണ്. അപ്പൊ ആരാണ്, എന്താണ് നമ്മുടെ മക്കളെ വഴികേടിലാക്കുന്നതും കുറ്റകൃത്യങ്ങളിലേക്കും വഴി നടത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് അവസരോചിതമായി തടയിടാനും ഇടപെടാനും അവരെ നേരായ ദിശയിലേക്ക് വഴിതിരിച്ചുവിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അനുഭവങ്ങളിലൂടെ നമ്മൾ രാവിലെ നമ്മുടെ മക്കളെ വിളിച്ചുണർത്തുന്നത് ഒച്ചയും വെളിയും ബഹളവും ഉണ്ടാക്കി കുട്ടികളെ പ്രാഗിയും അടിച്ചുമൊക്കെ കുട്ടികളെ വിളിച്ചുണർത്തുന്നതിന് പകരം സ്നേഹത്തോടുകൂടി അവരെ തലോടിക്കൊണ്ട് അല്പം സമയമെടുത്താണെങ്കിലും സ്നേഹവും വാത്സല്യവും നൽകിക്കൊണ്ട് മുത്തേ, മോനെ, കരളെ എന്നൊക്കെ മക്കളെ കരതലിയിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അവരെ ഒന്ന് എടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന് സ്നേഹവും കലോടലും നൽകിക്കൊണ്ട് മക്കളെ ഒന്ന് സ്കൂളിലേക്ക്, മദ്രസയിലേക്ക്, പള്ളിയിലേക്ക് പോകാൻ വേണ്ടി, വരാൻ വേണ്ടി നമ്മളൊന്ന് വിളിച്ചുണർത്തുന്ന ഒരു രീതി ഒന്ന് പരിശീലിച്ചു നോക്കൂ. സ്വാഭാവികമായും അത്തരം ഒരു സമീപനത്തിന് മുന്നിൽ അലിഞ്ഞു പോകാത്ത ഒന്നുമില്ല, ഒരു ശാഠ്യവുമില്ല, ഒരു വ്യക്തി താല്പര്യവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്.
അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ആളുകളാണ് നമ്മൾ. മുതിർന്ന ആളുകൾ പലരും കുടുംബനാഥന്മാര് പള്ളിയിൽ പോകുകയാണ്. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് വൈകി പഠിച്ച് ഹോംവർക്ക് ചെയ്ത് ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കടന്ന മക്കളെ ഉണർത്താതിരിക്കാനുള്ള ശ്രദ്ധയാണ് പിതാവിൽ നിന്നുണ്ടാവുക. മാത്രല്ല, താൻ ഇങ്ങോട്ടും കിടക്കാൻ കഴിയാതെ പാത്രം കഴുകിയും വീട്ടിലെ മറ്റു മുക്കുമൂലങ്ങളൊക്കെ വൃത്തിയാക്കി കടന്ന് അങ്ങനെ ക്ഷീണിച്ച ഭാര്യയെയും വിളിച്ചുണർത്താൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. അങ്ങനെ വാതിലിന്റെ കറകറ ശബ്ദം പോലും ഇല്ലാത്ത തരത്തിൽ അതിങ്ങനെ പൊക്കി തുറന്നും പൊക്കി അടച്ചുകൊണ്ടും പുറത്തേക്ക് താഴിട്ട് കൂട്ടിയിട്ട് അത് പോക്കറ്റിലിട്ടിട്ടാണ് മൂപ്പര് പള്ളിക്ക് സുബഹിക്ക് പോണത്. എന്തുകൊണ്ടെന്നാൽ താൻ പള്ളിയിൽ പോകാൻ പോകുന്ന ഈ സ്വർഗത്തിലേക്ക് ഇനി പോരേത് വേറെ ആരും വാതിൽ തുറന്നു പോരരുത് എന്ന തരത്തിലൊരു മനോഭാവമാണ് ഈ പോകുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കൂടെ നന്മകളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടു നടക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. അഥവാ അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ പ്രായത്തിന്റെ വളർച്ചയും അവരുടെ ശാരീരികമായ വ്യതിയാനങ്ങൾ, ശാരീരികമായ വളർച്ചയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ലൈംഗികമായ വളർച്ച, ശരീരത്തിന്റെ അവയവങ്ങളുടെ വളർച്ച അതങ്ങനെ നടന്നോളും. അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനും അതിനുള്ള ഡയറ്റും ഫുഡും ഒക്കെ കൊടുത്താൽ മതി. എന്നാൽ അവിടെ ആത്മീയ വളർച്ചയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ആത്മീയ വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമ്മൾ തലച്ചോറിന്റെ വളർച്ചയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അഥവാ ബുദ്ധിയെയാണ്. അവിടെ ഐക്യയെ വർദ്ധിപ്പിക്കുകയാണ്, അവരുടെ കാലിബർ വർദ്ധിപ്പിക്കുകയാണ്, പഠിക്കാനുള്ള സ്കില്ലിനെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മീയമായ എന്ത് പരിപോഷണമാണ് നമ്മൾ അവർക്ക് നൽകുന്നത് എന്നുള്ളത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെയും പുതിയ തലമുറയെയും കൈകാര്യം ചെയ്തിരുന്നു. അവിടുന്ന് കൃത്യമായിട്ട് ഓരോ സഹാബാക്കളെയും നമുക്കറിയാം. മഹാനായ അലി ഇബ്നു അബീ താലിബ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച നാല് വിഭാഗം ആളുകൾ, കുടുംബം, സുഹൃത്ത്, പൊതു സമൂഹം, എങ്ങനെ നമ്മൾ അതിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ ഈ 4 പേരിൽ ഒരാൾ 8 വയസ്സുകാരനായ അലി ഇബ്നു അബീ താലിബ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കൊണ്ട് നടക്കുകയും തന്റെ കൈ പിടിച്ചുകൊണ്ട് സകല നന്മയിലും വഴി നടത്തുകയും ചെയ്തുകൊണ്ട് അപാരമായ പക്വത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി, ദീനിനു വേണ്ടി 10 വയസ്സായപ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന കട്ടിലിൽ മുശ്രിക്കുകളുടെ ഖുറൈശികളുടെ കൂട്ടത്തോടെയുള്ള വാളുകൊണ്ടുള്ള വെട്ട് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റസൂലുള്ളാഹിന്റെ കട്ടിലിൽ കിടക്കാമെന്ന് ഏറ്റ 10 വയസ്സുകാരൻ. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇൻഫർമേഷൻ വല്ലാതെ നൽകുന്നു. 18 വയസ്സായപ്പോൾ നമുക്കുണ്ടായ പക്വത ഇന്ന് നമ്മുടെ മക്കൾക്കില്ല. എന്നാൽ 18 വയസ്സായപ്പോൾ നമ്മൾ SSLCയിലും പ്രീ ഡിഗ്രിയിലും നേടിയെടുത്തതിനേക്കാളേറെ 5 വയസ്സാകുമ്പോഴേക്കും 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവർ നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ആദ്യം മക്കൾക്ക് നൽകിയത് അദബാണ്, സംസ്കാരമാണ്, പക്വതയാണ്, റുഷ്ദാണ്, ഫുർഖാനാണ്. ഈ റുഷ്ദും ഫുർഖാനും യഥോചിതം നൽകി എന്നുള്ളത് കൊണ്ടാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു പോലെയുള്ള മഹാന്മാരായ കുട്ടികൾ, ബാലന്മാർ, യുവാക്കൾ വളർന്നു വന്നത്. ഇബ്നു അബ്ബാസ് മദീനയിലെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ കുഞ്ഞായിരുന്നു ഇബ്നു അബ്ബാസ് തങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും ഇപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ട് നടന്നു വളർത്തി എന്നുള്ളതാണ്. വിരുന്നു പോകുമ്പോ ആ വിരുന്നു പോകുന്നിടത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോവുകയും രാത്രി നമസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോ കുട്ടി ഉറങ്ങിയോ, അവൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും അത് ഇബ്നു അബ്ബാസ് കേൾക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് ദീർഘമായി നിസ്കരിക്കാൻ താല്പര്യം കാണിക്കുകയും ഇടത്തെ ഭാഗത്ത് ആദ്യം പോയിരുന്നത് റസൂൽ അത് കണ്ടപ്പോ ചെവിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിറകിലൂടെ വലത് ഭാഗത്തേക്ക് മാറ്റി നിർത്തി എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അനുഭവം പങ്കുവെക്കുന്നത്. അഥവാ ഇത്രയും ഭാരിച്ച വലിയൊരു മഹാദൗത്യം നിർവഹിക്കുന്നതിനിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തെയും മക്കളെയും കുടുംബത്തിൽ വളർന്നു വരുന്ന ഇളം തലമുറയെയും ചേർത്ത് പിടിക്കാനും അവർക്ക് ആവശ്യമായ മാർഗദർശനം നൽകുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും തരത്തിലുള്ള അമാന്തം ഉണ്ടായിട്ടില്ല.
ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്രദ്ധയിലായി പോയിട്ടില്ല എന്നുള്ളത് സൂറത്തുൽ തഹ്രീമിലെ ഈ ആയത്തിന്റെ ഗൗരവം അവിടുന്ന് ഉൾക്കൊണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം നമ്മുടെ മക്കൾക്ക് നമ്മളെ കൈപിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കുടുംബസമേതം അവരെ നയിക്കാൻ അതിനുള്ള എല്ലാ തൗഫീഖും തുണയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.